നമസ്കാരം സ്വാമിജി. താങ്കളുടെ ഒരു ലേഖനം കുറച്ചു കാലം മുമ്പേ 2018 മറ്റോ ആണ്, അല്പം വിവാദ വിഷയമായ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തെയാണ് ശരവ്യമാക്കുന്നത്, അതെനിക്കറിയാം. ഇടതുപക്ഷത്തെയാണ് നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്. അതിന് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഒന്നുകിൽ നിങ്ങൾ നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുക, അവർ ശക്തരല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുക. രണ്ടായാലും ഇടതുപക്ഷത്തെയാണ് തോൽപ്പിക്കേണ്ടത്. ഇങ്ങനെയൊരു പ്രസ്താവന താങ്കൾ കുറച്ചു കാലം മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ടോ? ഇനി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക, ഞാനിതിനെ എതിർക്കുകയല്ല. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിലും ഇതിന് പ്രസക്തിയുണ്ടോ? വളരെ നന്നായി ചോദിച്ചത്, സന്തോഷം. ഇവിടെ ഒരു ചെറിയൊരാശയം തിരുത്താനുള്ളത്, നമ്മളെ വിമർശനം എപ്പോഴും ഇടതുപക്ഷത്തെ ശരവ്യമാക്കുന്നു എന്നുള്ളത് ശരിയല്ല. ധർമാനുസാരിയായി ആര് പറഞ്ഞാലും അതിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ചിത്തവൃത്തി. ഇടതുപക്ഷത്തിൻ്റെ ഒട്ടനവധി നേതാക്കന്മാരുമായിട്ട് നമുക്ക് വളരെ നല്ല ബന്ധം ആശ്രമത്തിനുണ്ട്, വ്യക്തിപരമായും ഉണ്ട്. എത്രയോ പേര് നല്ല ബന്ധമുണ്ട്, അവരുടെ പേരൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. കേരളത്തിൽ തന്നെ MLA-മാരായിട്ടും മറ്റുള്ള പലരും ആശ്രമമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. അവരോടൊന്നും ഒരു വിരോധമില്ല. മറിച്ച് അങ്ങ് സൂചിപ്പിച്ചതായ ലേഖനം അദ്വൈതാശ്രമം സത്സംഗം മാസികയിൽ നമ്മൾ എഴുതിയ ഒരു ലേഖനമാണ്. തീർച്ചയായിട്ടും അത് പിന്നീട് അതിൻ്റെ PDF എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതൊരുപാട് പ്രചരിതമായൊരു ലേഖനമാണ്. അതെഴുതിയ സാഹചര്യം 2018 ശബരിമലയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ മറവിൽ ഹിന്ദു ചേതനയെ, ഹിന്ദു വികാരങ്ങളെ മുഴുവൻ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇവിടുത്തെ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് പ്രവർത്തിച്ചു. ഇരുളിൻ്റെ മറവിൽ ആംബുലൻസിൽ വേഷപ്രച്ഛന്നകളായി യുവതികളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഹൈന്ദവ ചേതനയെ അത്രമാത്രം വേദനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയവുമായി ഭരണക്കാരിറങ്ങുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഓരോ ദിവസവുമുള്ള പ്രസ്താവനകളിലൂടെ തീർത്തും ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുമായൊരു സാഹചര്യമായിരുന്നു അന്ന്. പ്രശ്നകലുഷിതമായൊരു സാഹചര്യം. അവിടെ ഹൈന്ദവ ആചാരം, ക്ഷേത്രാചാരം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ചവർ എത്രയോ പേര് അനേകം കള്ളക്കേസുകളിൽ കുടുക്കപ്പെട്ട സാഹചര്യം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. മുൻ DGP TP സെൻകുമാർജി ആവട്ടെ, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചറാവട്ടെ, മുൻ വൈസ് ചാൻസലറും PSC ചെയർമാനുമായിരുന്ന ശ്രീ KS രാധാകൃഷ്ണൻജി ആവട്ടെ, അല്ലെങ്കിൽ ശബരിമല ആക്ഷൻ കൗൺസിലിൻ്റെ SDR കുമാർജി ആവട്ടെ, ഇങ്ങനെ ഓരോരുത്തർ നോക്കിക്കഴിഞ്ഞാൽ 1000-ലധികം കേസുകളാണ് അവരുടെ പേരിൽ. കേരളത്തിൻ്റെ വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മുഴുവൻ അവർ അക്രമം ചെയ്തിരിക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റും, സർവ്വവ്യാപിത്വം ശരീരത്തിനില്ലല്ലോ. അപ്പോൾ സർവ്വവ്യാപിത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഒരേ സമയത്ത് എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അവർ അക്രമം ചെയ്തു എന്ന് പറയണമെങ്കിൽ സർവ്വവ്യാപിത്വം വേണം. അതിരിക്കട്ടെ. അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ ഈ വർത്തമാനസ്ഥിതിയിൽ ഹിന്ദു ചിന്തകളെ മുഴുവൻ, ഹിന്ദു വികാരത്തെ മുഴുവൻ വ്രണപ്പെടുത്തിയിട്ടുള്ളത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ വൈകാരികമായി അവിടെ ഇവിടെ ഇരുന്ന് നാമജപം ചെയ്തതുകൊണ്ടോ അവിടെ ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചത് കൊണ്ടോ പ്രയോജനമില്ല. നമ്മൾ ഭാരതത്തിലെ ജനാധിപത്യപരമായ രാഷ്ട്രത്തിലെ പൗരന്മാരാണ്. ഈ പൗരന്മാർ അവരുടെ പൗരൻ്റെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധം ഉപയോഗിക്കണം, അത് വോട്ടിംഗാണ്. അതുകൊണ്ട് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിത് വേണ്ടതുപോലെ ജാഗ്രതയോടുകൂടി ഉപയോഗിക്കണം. ഇന്ന് ഭാരതത്തെ ശക്തവും ശുദ്ധവുമാക്കുന്നതിന്, സാമ്പത്തികമായി ഉയർന്നതാക്കുന്നതിന് എല്ലാ തരത്തിൽ ടെക്നോളജിയിലായാലും ഏത് മേഖലയിലായാലും ക്രമികമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നെന്ന് പറഞ്ഞാൽ 2018 ഈ ലേഖനം വരുന്നത്. ബഹുമാന്യ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞ സാഹചര്യം. ആ സമയമാകുമ്പോഴത്തേക്കാണ് മാറ്റങ്ങൾ പ്രകടമായിരുന്നു. കാരണം നോട്ട് നിരോധനമായാലും GST നിയമമായാലും ഒക്കെ വരുന്നൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഈ മുന്നോട്ടുള്ള
കുതിച്ചു ചാട്ടത്തിന് ശക്തമാകും വിധം നിങ്ങളുടെ വോട്ടുകൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ചെയ്യണം. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് എവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വിജയസാധ്യത ഇല്ലയോ അവിടെ നിങ്ങൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. ഇതാണ് അന്ന് ലേഖനം എഴുതിയത്. ആ നിലപാടിൽ തന്നെയാണ് നമ്മൾ, അന്നത്തെ നിലപാട് അന്ന് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. ഇതിൻ്റെ പേരിൽ BJP പെട്ടവർക്കൊക്കെ ഒരുപാട് പേർക്ക് നമ്മളോട് വിരോധം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു വിരോധം അവരോടില്ല. കാരണം നമ്മെ ചാണക്യനും മറ്റും പഠിപ്പിക്കുന്നത് ഓരോ സന്ദർഭത്തെയും മനസ്സിലാക്കി ആ സന്ദർഭത്തിനനുസരിച്ച് നയപരിപാടികൾ ആവിഷ്കരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് അങ്ങയുടെ ചോദ്യം, രണ്ടാമത്തെ ഭാഗം വരുന്നത്, ഇന്നത്തെ സ്ഥിതിയിൽ അത് പ്രസക്തമാണോ, അതുതന്നെയാണോ നിലപാട്? ഒരിക്കലും അല്ല. എന്തുകൊണ്ട് ഒരിക്കലും അല്ല? കാലം വളരെ മാറി. ലോകത്തിൻ്റെ നേതൃപദവിയിലേക്ക് ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ സാമ്പത്തിക ശക്തി എന്നുള്ള രീതിയിൽ ഇന്ന് 4-ാം സ്ഥാനത്തെത്തി. ഒട്ടും വൈകാതെ നമ്മൾ 3-ാം സ്ഥാനത്തേക്ക് ഉയരും. സൈനിക ശക്തിയിൽ നമ്മൾ 2, 3, 4 സ്ഥാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹെവി എക്യുപ്മെൻറ്റ് കയറ്റുമതിയുടെ റേറ്റ് നോക്കിയാൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വികാസ സാധ്യതയിൽ ആ തോത് നോക്കിയാൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. ഇങ്ങനെ വ്യത്യസ്ത മാനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിച്ചുയരുന്നൊരവസ്ഥാവിശേഷം സ്ഥിതിവിവര കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ സ്ഥിതിയിൽ നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനത്തിന് ഏത് പ്രകാരവും വിജയം വരണം, വിജയം വന്നേ മതിയാവും. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതന്നും അത് തന്നെയാണ്, ഇന്നും അതാണ്. അപ്പോൾ കേരളത്തിൽ വിജയസാധ്യത ഇല്ലാത്തടത്ത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് അന്ന് പറഞ്ഞത് ഇന്ന് പ്രാവർത്തികമാണോ? അല്ല. എന്തുകൊണ്ടല്ല? ലോകം മുഴുവൻ ദാറുൽ ഇസ്ലാം എന്നുള്ള സങ്കല്പത്തോടു കൂടി ഇസ്ലാമിക രാജ്യം രൂപീകരിക്കണമെന്ന ഒരൊറ്റ ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്, ജമാഅത്തെ ഇസ്ലാമി പാക്, ജമാഅത്തെ ഇസ്ലാമി ബ്രിട്ടൻ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്ത പേരുകളിൽ, അതേസമയത്ത് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഒറ്റ പേരിൽ മൗദൂദിയുടെ സിദ്ധാന്തമനുസരിച്ച് ഇസ്ലാമിക രാജ്യം, ലോകം രൂപപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു തരത്തിലും വർഗീയ കക്ഷിയല്ല, അവർക്ക് വർഗീയതയില്ല എന്ന് ക്ലീൻ ചിറ്റ് കൊടുത്തു കഴിഞ്ഞു കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്. എന്ന് മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് ഒരു പ്രകാരത്തിലും വർഗീയ കക്ഷിയല്ല. അതിൻ്റെ പേരിൽ കൂടി മുസ്ലിം എന്നുള്ള പദമുണ്ട്. ലീഗ് എന്നല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, നാഷണൽ ലീഗല്ല. ഇന്ത്യൻ നാഷണൽ ലീഗാണെങ്കിൽ നമ്മളതിനെ വർഗീയ എന്ന് പറയുന്നില്ല. പേരിൽ പോലും ഇതിൽ മുസ്ലിം എന്നുള്ളതുണ്ട്. എന്നിട്ട് പോലും അത് വർഗീയമല്ല എന്ന് പറയുന്നു. ഇരിക്കട്ടെ, അതിന് വിരോധമില്ല. പക്ഷേ അവർ പ്രകടമായി സ്പഷ്ടമായി ഒരു മടിയുമില്ലാതെ പറഞ്ഞു കഴിഞ്ഞു, അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരുന്നതിൻ്റെ ഞങ്ങൾക്കുള്ള ലക്ഷ്യം ഇസ്ലാമിക മുന്നേറ്റം തന്നെയാണ്. പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഐക്യജനാധിപത്യ മുന്നണി ഇന്ന് കാണിക്കുന്നത്. ആ സ്ഥിതിയിൽ ഒരു കാരണവശാലും വോട്ട് ധർമ്മവിരുദ്ധമായി നിൽക്കുന്ന ഈ 2 ശക്തികൾക്കും ആവരുത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അഭിപ്രായം മറ്റൊരാൾക്ക് അനുകൂലമാവാം, പ്രതികൂലമാകാം. കാരണം നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യമനുസരിച്ച് ആശയ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ ആശയ പ്രകടനം നമ്മൾ പറയുന്നു, അഭിപ്രായം ഇതാണ്. അത് സ്വീകാര്യമാകാം, അസ്വീകാര്യമാകാം. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, രണ്ടിനെയും സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളിൽ സ്വാമിജി LDFൻ്റെയും UDFൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സംവാദത്തിന് സന്നദ്ധനാണോ? ഈ വിഷയത്തിൽ സംവാദം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ UDFൻ്റെ വളരെ പ്രബലനായ ഒരു നേതാവ്, അത് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ദയവ് ചെയ്ത് അങ്ങ് വെളിപ്പെടുത്താൻ പറയരുത്. കാരണം അദ്ദേഹത്തിൻ്റെ ചില സുരക്ഷ കൂടി നമ്മൾ നോക്കണം. മാത്രമല്ല, അദ്ദേഹം അധികാരസ്ഥാനത്തുള്ള ആളാണ്, ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. ഇത്രയും പറഞ്ഞാൽ മതിയല്ല. ആളുമായി ദീർഘമായി ഈ ആശയങ്ങൾ
നേരിട്ട് നമ്മളിരിക്കുന്നത് പോലെ കസേരയിൽ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പങ്കുവച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മറ്റൊന്നുകൂടി പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPI, CPM എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ദേശീയ പാർട്ടികളാണ്. ഇവരൊക്കെ വളരണമെന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. അല്ലാതെ BJP മാത്രമാവുക ഒരിക്കലും അത് ജനാധിപത്യത്തിന് അനുകൂലമല്ല. എല്ലാ ദേശീയ പാർട്ടികളും ദേശീയ വീക്ഷണത്തോടു കൂടി വളരണം. ശക്തമായ ഭരണപക്ഷം, ശക്തമായ പ്രതിപക്ഷം, അതാണ് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യം എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലായാലും മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടായാലും മാധ്യമങ്ങളിലൂടെ ആയാലും പറയുന്നത് രാഷ്ട്രവിരുദ്ധതയാണ്. അവർ BJPക്ക് അദ്ദേഹത്തിന് വിരുദ്ധത പറയാം, ഒരു വിരോധവുമില്ല. BJPക്ക് അദ്ദേഹത്തെയും വിരുദ്ധത പറയാം, കോൺഗ്രസിനെയും വിരുദ്ധത പറയാം. പക്ഷേ രാഷ്ട്രവിരുദ്ധത ആരും പറഞ്ഞുകൂടാ. അപ്പം മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആ ഒരു ബഹുമാന്യത തന്നെ ഇല്ലാതാകും വിധം. പക്ഷേ എന്തൊക്കെയായാലും സ്വാമിജി, BJP മാത്രമുള്ളൊരു ഇന്ത്യയല്ല വിഭാവനം ചെയ്യുന്നത്, മറിച്ച് BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെയുള്ള ഒരു ബഹുസ്വര ലോകം തന്നെയാണ്. ഒരിക്കലും നമ്മൾ ജനാധിപത്യ സംവിധാനത്തിൽ മതത്തിൽ അധിഷ്ഠിതവും പ്രാദേശികതയിൽ അധിഷ്ഠിതവുമായ പാർട്ടികൾ ഉയരരുതെന്നാണ് നമ്മുടെ സങ്കല്പം. പ്രാദേശികതയിൽ അധിഷ്ഠിതമായ പാർട്ടികൾ, ഇപ്പോൾ തമിഴ് വാദം മാത്രമാണ് AIDMK ആയാലും DMK ആയാലും മുന്നോട്ട് വയ്ക്കുന്നത്. ബംഗാളിൻ്റെ ഒരു ഉള്ളിൽ നിൽക്കുന്ന ഒരു ചിന്താഗതി മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രാദേശികതയും അതുപോലെ മുസ്ലിം ലീഗ് തുടങ്ങിയ മത അധിഷ്ഠിത പാർട്ടികളും ഇവ വളരരുത്. CPI, CPM, ജനതാദൾ, മറ്റ് RSP എന്തൊക്കെയാണോ കോൺഗ്രസ്, ദേശീയത മുൻനിർത്തുന്ന എല്ലാ പാർട്ടികളും വളരണം. ഇത് തന്നെ മതത്തെക്കുറിച്ചും പറഞ്ഞൂടെ? അതായത് ഹിന്ദു മാത്രമുള്ള ഒരു ഇന്ത്യയാണോ, മറിച്ച് എല്ലാ മതങ്ങളും ഉള്ള ഒരു ഇന്ത്യയാണോ താങ്കളുടെ മനസ്സിലുള്ളത്? ഇവിടെ അടിസ്ഥാനമായി ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാട് തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാട് എല്ലാത്തിനെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, മതപീഡനങ്ങളേറ്റ് ലോകത്തിൻ്റെ ഒരിടത്തും അഭയം പോലും ലഭിക്കാതെ വന്നവർക്ക് മുഴുവൻ അഭയം കൊടുക്കുകയല്ല, സ്വന്തം മടിത്തട്ടിലേക്ക് ഇരുത്തി സ്തന്യം കൊടുത്തവളാണ് ഭാരതാംബ. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാവേണ്ടത്. പക്ഷേ ആ സാഹചര്യത്തെ ഞങ്ങളുടേത് മാത്രം ശരി, ഞങ്ങൾ പറയുന്ന ദൈവം മാത്രം ശരി, ഞങ്ങൾ പറയുന്ന പ്രവാചകൻ മാത്രം ശരി എന്നുള്ള ചിന്താഗതി വളർത്തുമ്പോൾ അതിനെ അതേ ശക്തിയോടുകൂടി എതിർക്കേണ്ടതായിട്ട് വരും. മറിച്ച് അങ്ങയുടെ വിശ്വാസം പുലർത്തിക്കൊള്ളൂ, ഞാൻ എൻ്റെ വിശ്വാസം പുലർത്താം. അങ്ങയുടെ അനുഷ്ഠാനം ചെയ്തോളൂ, ഞാൻ എൻ്റെ അനുഷ്ഠാനം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് സ്നേഹത്തോടു കൂടി ഇവിടെ സഹവസിക്കാം. ആ ഒരു കാഴ്ചപ്പാടാണ് സനാതനധർമ്മം മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാട്.